അർജുന്റെ ലോറി ഈ റോഡരികിന് സമീപം പാർക്ക് ചെയ്തിരുന്നു എന്നൊരു നിഗമനം ഈ ദൗത്യ സംഘത്തിനുണ്ട്. അങ്ങനെയെങ്കിൽ ഇത് നദിയിലേക്ക് പോയി കാണില്ല എന്നൊരു തീരുമാനത്തിലേക്ക്, ഒരു നിഗമനത്തിലേക്ക് പിന്നീട് ഈ ദൗത്യ സംഘം എത്തുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സിഗ്നൽ ലഭിച്ച കൃത്യമായ സിഗ്നൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൃത്യമായി ഒരു ലോഹത്തകിടിന്റെ ഭാഗം, വലിയ നീളമുള്ള ലോഹത്തകിടിന്റെ ഭാഗമുള്ള ഒരു ഭാഗം അവിടെ നിന്ന് കിട്ടുന്ന സിഗ്നൽ. അതുകൊണ്ട് തന്നെ അവിടെ ആ വാഹനം ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പിക്കുന്നുണ്ട് ദൗത്യസംഘം. അതുകൊണ്ടാണ് അവിടെ മാത്രം കേന്ദ്രീകരിച്ച് ഇപ്പോൾ തെരച്ചിൽ നടത്തുകയും ചെയ്യുന്നത്. അപ്പോൾ റഡാർ ഉപയോഗിച്ച് നേരത്തെ ഈ പുഴയിൽ പരിശോധന നടത്താൻ സാധിക്കുമോ എന്ന കാര്യം കൂടി സംഘം നോക്കിയിരുന്നു എന്ന കാര്യം കൂടി മനസ്സിലാവുന്നു. ഈ ഹാഷ്മി, ഈ നിഗമനങ്ങൾ ഇങ്ങനെ മാറി മറിയാൻ കാരണം എന്താണ്? കഴിഞ്ഞ ദിവസം ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിച്ചത്, ദൗത്യസംഘം പറഞ്ഞത്, ഇനിയിപ്പോൾ ഈ മൺകൂനയിൽ അല്ലെങ്കിൽ ഈ കുന്നിടിഞ്ഞു വീണ സ്ഥലത്ത് പരിശോധിക്കേണ്ട കാര്യമില്ല, അവിടെ ഇല്ല, ലോറി ഇല്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. പിന്നീട് നദിയിലേക്ക് മാത്രമാണ് ഇനി പരിശോധന വേണ്ടത് എന്നുകൂടി പറഞ്ഞിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ തിരികെ വീണ്ടും ആ സ്ഥലം മാറുകയാണ്. അങ്ങനെ ഒരു കൃത്യമായ നിഗമനത്തിലേക്ക് എത്താൻ സാധിക്കാതെ പോകുന്നുണ്ടോ അവിടെ ദൗത്യ സംഘത്തിന്? മുഖ്യമന്ത്രിയാണോ എന്ന് പറയാൻ 98% മണ്ണ് പരിശോധന കഴിഞ്ഞു. അവിടെ വണ്ടിയില്ല. റവന്യൂ മന്ത്രി, കർണാടക സംസ്ഥാനത്തിന് റവന്യൂ മന്ത്രിയാണോ എന്ന് പറയാൻ 98% ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടുപേരാണ്. അപ്പൊ അങ്ങനെ നമ്മൾ നിരാശപ്പെട്ട് നിൽക്കുമ്പോഴാണ് ഇപ്പോൾ സിഗ്നൽ കിട്ടുന്നത്. അപ്പോൾ തന്നെ ഈ രഞ്ജിത്തിനെ പോലെയുള്ള, മനാഫിനെ പോലെയുള്ളവർ പറയുന്നുണ്ടായിരുന്നു ഈ മൺകൂനക്കടിയിൽ തന്നെ ഉണ്ട്, അവർ വെള്ളത്തിലേക്ക് പോയിട്ടില്ല. കാര്യം അവിടെ മൺകൂന ഇപ്പോഴും ബാക്കിയാണ്. ഇപ്പൊ 98% എന്ന് പറയുന്ന മൺകൂന എന്ന് പറയുമ്പോൾ പോലും ഇപ്പുറത്ത് വേറെയും മൺകൂനകൾ ഇവിടെ ഉണ്ട്. അപ്പോ ഈ തെരച്ചിൽ തെരയാൻ ഈ മൺകൂനകൾ ബാക്കിയാണ് നേരത്തെ അവർ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊന്നും കാണാതെ എങ്ങനെയാണ് ഈ 98% പൂർത്തിയാക്കി എന്ന് പറയുന്നത്? മാത്രമല്ല എന്ന് പറഞ്ഞാൽ വലിയ ടൺ കണക്കിന് മണ്ണാണ് നേരത്തെ അവർ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊന്നും കാണാതെ എങ്ങനെയാണ് ഈ 98% പൂർത്തിയാക്കി എന്ന് പറയുന്നത്? മാത്രമല്ല ഈ ടൺ കണക്കിന് മണ്ണാണ് അവിടെ അടിഞ്ഞുകൂടിയിരുന്നത്. അവിടെ 98% ക്ലിയർ ചെയ്യുമെന്നാണ് പറയുന്നത്. അതൊക്കെ വെറുതെ പറയുന്നതാണ്, അതൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. അതിന്റെ വ്യക്തിപരമായ സംശയമാണ്. ഈ കരയിലെ ഓപ്പറേഷൻ എങ്ങനെയെങ്കിലും വൈൻഡപ്പ് ചെയ്യാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ എന്നൊരു വ്യക്തിപരമായ സംശയം എനിക്കുണ്ട്. അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയും സ്റ്റേണായി സ്ഥിരീകരണ മട്ടിൽ വണ്ടി ഗംഗാവലി പുഴയിലാണെന്ന് പറയുന്നത് മനസ്സിലാവുന്നില്ല. അതിന് തുടർച്ചയിലാണ് ഈ പറഞ്ഞ ഈ സിഗ്നൽ കിട്ടുന്നത്. അത് ഈ രഞ്ജിത്ത്, ഇസ്രായേലിനെ പോലുള്ളവർ നേരത്തെ തന്നെ പ്രതീക്ഷ പറഞ്ഞതാണ് അത് ആ മൺകൂനയിൽ തന്നെ ഉണ്ടാകും. കാര്യം ഒരുപാട് പാറകളൊക്കെ ഉള്ള ഒരു മൺകൂനയാണ്. ആ മൺകൂനമായിട്ടുള്ള പരിശോധന ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഏതെങ്കിലും മാത്രമല്ല ഹാഷ്മി, അങ്ങനെ അത് വെള്ളത്തിനടിയിലാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് എഞ്ചിൻ ഓൺ ആയത്, എങ്ങനെയാണ് മൊബൈലിന് സിഗ്നൽ ലഭിച്ചത്, അങ്ങനെയൊക്കെയുള്ള ഏറ്റവും ബേസിക്, അടിസ്ഥാനമായി ആർക്കും തോന്നാവുന്ന സംശയങ്ങൾ ആ ഘട്ടത്തിൽ തന്നെ പറഞ്ഞതാണ്. അപ്പോൾ ഒരു ദൗത്യ സംഘം അല്ലെങ്കിൽ അതിന് കൃത്യമായ നേതൃത്വം നൽകുന്നവരൊക്കെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വ്യക്തമായ ഉറപ്പില്ലാതെ ഈ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നത് എന്നാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. അപ്പോഴും രഞ്ജിത്ത് ഇന്ന് രാവിലെ അവിടെ പോയതിനു ശേഷം എനിക്ക് 3 ദൃശ്യങ്ങൾ അയച്ചു തന്നിരുന്നു. ആ ദൃശ്യങ്ങളിൽ വളരെ പ്രകടമായി മണ്ണിങ്ങനെ കൂമ്പാരം മണ്ണ് കിടപ്പാണ്. അപ്പൊ ആ മണ്ണ് അവിടെ 98% നീക്കിയതാണെങ്കിൽ, 99% മണ്ണ് നീക്കിയതാണെങ്കിൽ, അപ്പൊ അത് സത്യമാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് 26 അടി മണ്ണിനടിയിൽ ഒരു ലോഹത്തിന്റെ എലമെന്റ് കാണുക എന്ന സംശയം ഉണ്ടാവില്ല. അപ്പൊ ഈ പറയുന്നതിന്റെ വസ്തുതയിൽ സംശയിക്കേണ്ട ചില യുക്തികൾ അവിടെയുണ്ട്. ഇപ്പൊ എന്തായാലും 8 മീറ്റർ അടിയിൽ ഒരു ലോഹത്തിന്റെ സിഗ്നൽ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഉള്ള ഈ പറയുന്ന പാറകളിൽ കാണുന്ന മിനറൽ ഘടകത്തിന്റെ അനുസൃതമായി ഉണ്ടാകുന്ന റീഡിംഗ് ഉണ്ടാകുന്ന സിഗ്നൽ മാത്രമായി. ഇത് കുറച്ച് കട്ടിയുള്ള, കുറച്ച് നീളത്തിലുള്ള ഒരു മെറ്റൽ പാർട്ട് എന്ന് തന്നെ ഏതാണ്ട് വിലയിരുത്തുന്നു രക്ഷാപ്രവർത്തക സംഘം. അതിന്റെ കൂടെ അത് വണ്ടിയുടെ സിഗ്നൽ തന്നെയാണെന്ന് ഉറപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോഴുള്ളത്. അതിനുശേഷം ഇപ്പോൾ തന്നെ തുടങ്ങിയിരിക്കുന്ന മണ്ണ് മാറ്റാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരിക്കുന്നു. മണ്ണുമാറ്റൽ ശ്രമകരമാവുന്നത് ഈ പറയുന്ന മഴയും മണ്ണ് അത്രത്തോളം എന്താണ് അങ്ങ് സോഫ്റ്റായി ഇരിക്കുകയാണ്. അപ്പോ അത്ര എളുപ്പമല്ല പെട്ടെന്ന് മണ്ണ്, നമ്മുടെ കട്ടിയുള്ള മണ്ണ് മാറ്റുന്നവർ അത്ര എളുപ്പമല്ല മണ്ണ് മാറ്റൽ. അപ്പോൾ പിന്നെ കൂടെ പെയ്യുന്ന, അടിക്കടി പെയ്യുന്ന അതിശക്തമായ മഴയും അതിന് തിരിച്ചടിയാവുന്നു. എന്ത് തിരിച്ചടികൾക്കൊക്കെ ഒടുവിലും ഈ സിഗ്നൽ നമുക്ക് നൽകുന്ന പ്രതീക്ഷ ചെറുതല്ല. അത് അല്പസമയത്തകം അതിൽ നിന്നൊരു പോസിറ്റീവ് വാർത്ത പ്രേക്ഷകർക്കും അർജന്റ് വീട്ടുകാർക്കും ഒക്കെ കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചത്. ഇപ്പോൾ 7ാം നാളാണ്. 7ാം നാൾ നടന്ന പരിശോധനയുടെ വിവരങ്ങളിലും നമുക്ക് ഒരു നേരിയ പ്രതീക്ഷയുടെ സിഗ്നൽ മാത്രമേ ഇപ്പോൾ കിട്ടുന്നുള്ളൂ. പ്രജിൻ.